ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മളിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അത് മുറിച്ചെടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ നാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നന്നായിട്ട് മൊരിച്ചതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കിയാണ് വേണ്ടത്. അതിനായിട്ട് 3 സവോള, 1 തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എണ്ണയിലോട്ട് തന്നെ ആദ്യം തേങ്ങാ കൊത്തിട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് കഴിയുമ്പം കുറച്ച് വേപ്പില ഇട്ട് കൊടുത്ത് പച്ചമുളകും ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവോള നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ്, അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ്. ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് കോഴി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടത്തും മസാല പിടിക്കുന്നത് വരെ ഒരു 5-10 മിനിറ്റ് എടുത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണിത്. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.